ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എനിക്ക് ഏറ്റവും കൂടുതൽ കോളുകൾ വരുന്നത്, മെസ്സേജുകൾ വരുന്നത്, മെയിൽ വരുന്നത് ഒക്കെ ഒറ്റ വിഷയമാണ്. ഒന്നുകിൽ എൻ്റെ മൊബൈലിലുള്ള ഫയലുകൾ മിസ്സായി പോയിട്ടുണ്ട്, ഫോട്ടോസുകൾ ഡിലേറ്റ് ആയിപ്പോയി, വീഡിയോകൾ ഡിലേറ്റ് ആയിപ്പോയി, അതുമല്ലെങ്കിൽ മെമ്മറി കാർഡിൽ നിന്ന്, പെൻഡ്രൈവിൽ നിന്ന്, കമ്പ്യൂട്ടറിൽ നിന്നൊക്കെ ചോദിച്ചിട്ടാണ് അതെങ്ങനെ തിരികെ എടുക്കാമെന്ന് ചോദിച്ചിട്ടാണ് ഒരുപാട് മെസ്സേജുകളായാലും കോളുകളായൊക്കെ വരുന്നത്. അപ്പൊ ഈ ഒരു വിഷയം തന്നെയാണ് ഏറ്റവും കൂടുതൽ തവണ ഞാൻ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തത്. ഒരുപാട് തവണ ചെയ്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് മൊബൈലിൽ നിന്നും എടുക്കാൻ സാധിക്കുന്നത്, കമ്പ്യൂട്ടറിൽ നിന്നും എടുക്കാൻ സാധിക്കുന്നത്, പെൻഡ്രൈവിൽ നിന്നും എടുക്കാൻ സാധിക്കുന്നത്, മെമ്മറി കാർഡിൽ നിന്നും എടുക്കാൻ സാധിക്കുന്നത്, അങ്ങനെ ഒരുപാട് വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും നിങ്ങൾ കണ്ടു കാണില്ല, കാരണം അന്ന് നിങ്ങൾക്ക് ആവശ്യമില്ലായിരുന്നു. പക്ഷെ അന്ന് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഫയലുകൾ ഡിലേറ്റ് ആയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾ തിരികെ എടുക്കണം നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ വേണ്ട എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ടാവും. അപ്പൊ ആവശ്യം വരുമ്പോഴാണ് ചോദിക്കുക, അയ്യോ എന്റെ റിക്കവർ ചെയ്യണമല്ലോ, അതെങ്ങനെ ഇപ്പൊ റിക്കവർ ചെയ്യുക, ഇങ്ങനെ അപ്പോൾ ആവശ്യം വരുമ്പോഴാണ് നമ്മൾ ചിന്തിക്കുക. അതിന് മുന്നേ നിങ്ങൾ കണ്ടുവെക്കുന്നില്ല, കാരണം നിങ്ങൾ ഒരുപാട് വീഡിയോകൾ വേറെ കാണുന്നുണ്ടാവും, പക്ഷെ ആവശ്യമുള്ള ഒന്നും കണ്ടുവെക്കുന്നില്ല. നിങ്ങൾ കുറ്റം പറഞ്ഞതല്ല കേട്ടോ, ഞാനൊരു കാര്യം പറഞ്ഞതാണ്, അതാണ് നമുക്കിടയിൽ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞതാണ്. ഓക്കെ, എന്തായാലും ഈ ഒരു വീഡിയോ ഭാഗത്ത് ഞാൻ പരിചയപ്പെടുന്നത് നമ്മുടെ ഐഫോണിൽ നിന്നും ഇതുപോലെ നഷ്ടപ്പെട്ടു പോയ എല്ലാ തരത്തിലുള്ള ഫയലുകൾ, കോണ്ടാക്ട് ആവാം, ഇമേജുകളാവാം, വീഡിയോകളാവാം, അതുപോലെ തന്നെ വാട്സപ്പ് ചാറ്റുകളാവാം, കോൾ ഹിസ്റ്ററികളാവാം, നോട്ട്സുകളാവാം, റിമൈൻഡറുകളാവാം, അങ്ങനെയെല്ലാം നമ്മുടെ ഐഫോണിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്ക് തിരികെ എടുക്കാനായിട്ട് സാധിക്കുക, അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അപ്പൊ അതെങ്ങനെയെന്ന് അറിയാനായിട്ട് വീഡിയോ തുറന്ന് കാണുക. അതിന് മുന്നേ എനിക്ക് നിങ്ങളോട് ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കേട്ടോ. നമ്മുടെ ഐഫോണിലായാലും ആൻഡ്രോയിഡിൽ നിന്നായാലും മെമ്മറി കാർഡിൽ നിന്നൊക്കെ ആയാലും നമുക്ക് നേരിട്ട് ഐഫോണിൽ നിന്നും ആൻഡ്രോയിഡിൽ നിന്നൊക്കെ നേരിട്ട് റിക്കവർ ചെയ്യുന്നത് വളരെയധികം ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞാൽ റിക്കവറി സോഫ്റ്റ്വെയർ നമുക്ക് പക്ഷെ അവൈലബിൾ ആയിരിക്കും. പക്ഷെ നമുക്ക് അതിൽ നിന്നൊക്കെ തിരികെ എടുത്ത് കാണിച്ചു തരിക നമ്മുടെ ഫയലിൽ തന്നെ, നമ്മുടെ മൊബൈലിൽ തന്നെ സ്റ്റോർ ആയി കിടക്കുന്ന ക്യാഷ് ഓഫ് രീതിയിലുള്ള ഫയലുകളോ തമ്പ് രീതിയിലുള്ള ഫയലുകളൊക്കെ ആയിരിക്കും. നമ്മുടെ മൊബൈലിൽ നിന്നും ഡിലേറ്റ് ആയിപ്പോയ ഫയലുകൾ ആയിരിക്കില്ല. എന്നാൽ നമ്മളൊരു കമ്പ്യൂട്ടറിന്റെ സഹായത്തോടു കൂടി സ്കാൻ ചെയ്ത് ഡീപ്പായിട്ടൊക്കെ സ്കാൻ ചെയ്തിട്ടാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ഫയലുകളും തിരികെ എടുക്കാനായിട്ട് സാധിക്കും. അത് ഫോർമാറ്റ് ചെയ്യുന്നതിന് മുന്നേ ഉള്ളത്, ഫോർമാറ്റ് ചെയ്തതിനു ശേഷമുള്ളതൊക്കെ നമുക്ക് സാധിക്കും. എല്ലാ വീഡിയോകളും അപ്ലോഡ് ചെയ്ത് സമയങ്ങളെന്നില്ല നേരെ വീഡിയോയിലേക്ക് പോകാം. ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ചെയ്യുക. അപ്പൊ ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് നമുക്ക് ഐഫോണിലുള്ള കോണ്ടാക്റ്റുകൾ, അതുപോലെ കോൾ ഹിസ്റ്ററി, വാട്സപ്പ് മെസ്സേജ്, ഫോട്ടോസ്, വീഡിയോസ് ഒക്കെ റിക്കവർ ചെയ്യാനായിട്ട് സാധിക്കുകയാണ്. നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് ആദ്യമായിട്ട് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുക. ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ വെച്ചിട്ടുണ്ട്. ശേഷം സോഫ്റ്റ്വെയർ നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഇന്ന് ഓപ്പൺ ചെയ്ത് സാധാരണ നോർമലി ഇൻസ്റ്റാൾ ആക്കിയാൽ മതി, പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. അപ്പോൾ നമുക്കിവിടെ 3 മോഡുകൾ കാണാനായിട്ട് സാധിക്കും. റിക്കവർ ഫ്രം iOS ഡിവൈസ്, റിക്കവർ ഫ്രം ഐട്യൂൺസ്, റിക്കവർ ഫ്രം iCloud. നമുക്ക് 3 തരത്തിലുള്ള റിക്കവറികൾ ഇവിടെ സാധിക്കുന്നു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആദ്യത്തെ ഓപ്ഷൻ നമ്മുടെ മൊബൈലിൽ നിന്നും എടുക്കാനുള്ള ഓപ്ഷനാണ്. നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മൊബൈൽ ഡാറ്റ കേബിൾ വഴി കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യുക. ഞാനിപ്പോൾ കണക്ട് ചെയ്തു, എൻ്റെ മൊബൈൽ കണക്ട് ചെയ്തു. അപ്പം ഇവിടെ ഐഫോൺ എന്ന് പറഞ്ഞിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സ്കാൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സ്കാൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ ആയിട്ട് കാണാനായിട്ട് സാധിക്കും എന്തൊക്കെയാണ് നമുക്ക് റിക്കവർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കാം. ഫോട്ടോസ് എടുക്കാം, കോണ്ടാക്ട് എടുക്കാം, നോട്ട്സ് എടുക്കാം. അതിൽ തന്നെ കോണ്ടാക്റ്റുകൾ, മെസ്സേജുകൾ, വാട്സപ്പ്, അതുപോലെ കോൾ ഹിസ്റ്ററി, ഫോട്ടോകൾ, ആപ്പ് ഫോട്ടോകൾ, വീഡിയോസുകൾ, ആപ്പ് വീഡിയോസുകൾ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പം നമുക്ക് ഇവിടെ അല്പം സമയം നമുക്ക് ആവശ്യമാണ്. റിക്കവർ ചെയ്തൊന്ന് ഡീപ്പായിട്ട് സ്കാൻ ചെയ്ത് വരുന്നതായിട്ട് അത്യാവശ്യം സമയം നമുക്ക് ആവശ്യമാണ്. അതിനായിട്ട് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. അപ്പം നമ്മൾ കുറച്ച് സമയം കാത്തു നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഫയലുകളൊക്കെ ഇവിടെ റിക്കവർ ആയിട്ട് വന്നായിട്ട് കാണാനായിട്ട് സാധിക്കും. ഫോട്ടോകൾ, ആപ്പ് ഫോട്ടോകൾ, വീഡിയോസുകൾ, ആപ്പ് വീഡിയോകൾ ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കോണ്ടാക്ട്, മെസ്സേജുകൾ, വാട്സപ്പ്, കോൾ ഹിസ്റ്ററികൾ, നോട്ട്സുകൾ, ബുക്ക് മാർക്കുകൾ, കലണ്ടറുകൾ ഇങ്ങനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്ക് ഇവിടെ ഇതുപോലെ നമ്മൾ സെലക്ട് ചെയ്ത ശേഷം നമുക്ക് മൊബൈലിലുള്ള കോണ്ടാക്ട് ഒരു മെസ്സേജുകൾ അല്ലെങ്കിൽ കോണ്ടാക്റ്റുകളൊക്കെ നമുക്ക് ഇതുപോലെ കാണിക്കും. അപ്പം നമ്മളിവിടെ ഏറ്റവും മുകളിൽ ഓൺലി ഡിസ്പ്ലേ ഡിലേറ്റഡ് ഐറ്റംസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പം അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിലേറ്റ് ആയിപ്പോയ ഫയലുകൾ മാത്രമായിരിക്കും ഡിസ്പ്ലേ ചെയ്യുക. ഈ രീതിയിലാണ് നമ്മൾ അത് എടുക്കുക. കോണ്ടാക്റ്റുകളാണെങ്കിൽ നമ്മൾ അതുപോലെ ഓൺലി ഡിസ്പ്ലേ എന്നുള്ള ബട്ടൺ മാത്രം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മതിയാകും. അത് ആ ഒരു രീതിയിൽ മാത്രം നമുക്ക് കോണ്ടാക്ട് ഷോ ചെയ്യും. അല്ലെങ്കിൽ മുഴുവൻ കോണ്ടാക്റ്റും ഷോ ചെയ്യും. നമ്മൾ ഇത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഓൺലി ഡിസ്പ്ലേ ഡിലേറ്റഡ് ഐറ്റംസ് മാത്രം കാണിക്കും. അതുപോലെ തന്നെ വീഡിയോസ് ആയാലും ഫോട്ടോസ് ആയാലും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരുപക്ഷെ എല്ലാം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെയാണ് ഐഫോണിൽ നമ്മൾ റിക്കവർ ചെയ്തെടുക്കുക. ആൻഡ്രോയിഡ് മൊബൈലിൽ എങ്ങനെയൊക്കെയാണ് എന്ന് നമ്മൾ ഇതിന് മുന്നേ ഒരുപാട് വീഡിയോകൾ ചെയ്ത് കഴിഞ്ഞു. കാണാത്തവർക്ക് ഡിസ്ക്രിപ്ഷൻ ഭാഗത്ത് ലിങ്ക് കാണാനായിട്ട് സാധിക്കും. പുതിയൊരു വീഡിയോ ആയിട്ട് അപ്പോൾ വീണ്ടും കാണാം.